ഭാവിയോട് പൊറുക്കണം അമ്മേ. അമ്മ ഇരുട്ടിലേക്ക് പോയപ്പോ എന്റെ ജീവിതവും ഇരുട്ടിലായമ്മേ. ഞാൻ മാത്രമല്ല, അമ്മയുടെ കാരുണ്യം കൊണ്ട് ജീവിക്കുന്ന എത്രയോ ജീവിതങ്ങൾ ഇരുട്ടിലായി. ഗായത്രി അമ്മയെ യമപുരിയിലാക്കിയ, എന്റെ ജീവിതം ഇരുട്ടിലാക്കിയ ആരെയും ഞാൻ വെറുതെ വിടില്ല. ഉദി എന്നെ ഒരു അമ്മയാണ് സത്യം. ഗായത്രിയമ്മ പറഞ്ഞ ശേഖർ ഇത് തന്നെയാ. എന്തായിരിക്കും അയാളുടെ ഉദ്ദേശം? ഹലോ. ഹലോ, നീ എന്തിനാ കരയുന്ന? തനിക്ക് എന്താ പറ്റിയേ? അറിയില്ല വിപിൻ സാർ, കരച്ചിൽ വരും എനിക്ക്. എനിക്ക് അത്രയ്ക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല സാർ. ഞാൻ എന്താ ചെയ്യാ? എന്നാ ഒരു കാര്യം ചെയ്യ, നല്ലതുപോലെ പൊട്ടിക്കരയ. എന്നിട്ട് കരഞ്ഞെറിഞ്ഞ് മതിയാകുമ്പോ എന്നെ വിളിക്ക. ഇപ്പൊ എന്തായാലും എനിക്ക് ടൈമില്ല. അയ്യോ, ഫോൺ കട്ടിയല്ലേ, ദയവേത് ഫോൺ കട്ടിയല്ലേ. പിന്നീട് അങ്ങോട്ട് ഫോൺ വിളിക്കാൻ എനിക്ക് അറിയില്ല, അതുകൊണ്ടാ. അപ്പൊ എന്താന്ന് വെച്ചാ വേഗം പറ. വെറുതെ കിടന്ന് കരഞ്ഞ് മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാതെ. എന്റെ അമ്മ എന്നെ ഭയങ്കരമായിട്ട് തല്ലി, അത് അറിഞ്ഞ വിപിൻ സാറ്? അമ്മ നിന്നെ തല്ലിയെന്നോ? എന്തിന്? എന്റെ അമ്മ എന്നെ തല്ലാതെ പിന്നെ സുരഭിയെ തല്ലണോ? സുരഭിയെ തല്ലിയ അവളുടെ അമ്മ ചുമ്മാതിരിക്കോ? അവളുടെ അമ്മ ആരാന്നറിയോ സാറിന്? ഭദ്രകാളിയാ, ഭദ്രകാളി. ഡിഡി, ആവശ്യമില്ലാത്ത കാര്യം സംസാരിക്കരുത്. ചുമ്മാതിരിടി. നിന്റെ പ്രശ്നത്തിൽ എന്തിനാണ് എന്നെ വലിച്ചഴക്കുന്നേ? അല്ല, എന്തിനാ നിന്റെ അമ്മ നിന്നെ തല്ലിയത്? എന്താ കാരണം? എല്ലാത്തിനും കാരണം വിപിൻ സാർ തന്ന വാച്ച. ആ വാച്ചിനെന്തു പറ്റി? ഓ, അത് ശരി. അപ്പൊ ഞാൻ നിനക്ക് വാച്ച് എന്നത് നീ നിന്റെ അമ്മയോട് പറഞ്ഞു കാണും. ഞാൻ ആരോടത് പറയണ്ടെന്നാ വിചാരിച്ച്. പക്ഷെ കൂടെ നിൽക്കുന്നവരെ മോഷ്ടിക്കുമെന്ന് വിചാരിച്ചാ ഞാനത് കൈ കെട്ടിയത്. നീ അത് കൈ കെട്ടി നടന്ന എല്ലാരും കാണില്ലേ? മനഃപൂർവ്വം എന്റെ പേര് മോശമാക്കാനാണ് ഉദ്ദേശം. നീ ആള് കൊള്ളാലോ. ഉപകാരം ചെയ്തത് ഇപ്പൊ ഉപദ്രവമായി മാറി. ഞാൻ എന്ത് പറഞ്ഞാലും വിപിൻ സാർ വിശ്വസിക്കത്തില്ല. എപ്പോ നോക്കിയാലും എന്നെ വഴക്ക് പറയുന്നതാ വിപിൻ സാറിന് ഇഷ്ടം. ഏയ് പല്ലവി, കരയാതെ. എന്തിനാ ഇപ്പൊ കരയുന്ന? ഇനി നമ്മൾ സംസാരിച്ചാൽ ശരിയാവില്ല. ഒരു കാര്യം ചെയ്യേ, നീ കുറച്ചു കഴിഞ്ഞ് വിളിക്കേ. അങ്ങനെ ഇപ്പൊ വിളിക്കുന്നില്ല. എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും ശ്രമിക്കാതെ ഫോൺ കെട്ടിയിട്ട് രക്ഷപ്പെടാൻ നോക്കാണോ സാർ? പല്ലവി, നീ എന്നെ തെറ്റിദ്ധരിക്കില്ലേ? ഞാൻ നിന്റെ മൂഡ് ശരിയല്ലാത്തോണ്ട് പറഞ്ഞു പോയതാ, അല്ലാതെ നീ വിചാരിക്കുന്ന അർത്ഥത്തിൽ പറഞ്ഞതല്ല. എന്താ നിന്റെ പ്രശ്നം? അത് ആദ്യം പറ. വിപിൻ സാറാണ് എനിക്ക് വാച്ച് തന്നതെന്ന് ദയവ് ചെയ്ത് എന്റെ അമ്മയോട് മുത്തശ്ശനോടൊന്നും പറയല്ലേ. ഞാനിത് വഴിയിൽ നിന്ന് കളഞ്ഞു കിട്ടിയതാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അവര് വിപിൻ സാറിന് ഫോൺ ചെയ്താ അങ്ങനെ പറയാവുള്ളൂ കേട്ടോ. ഓഹോ, അതാണല്ലേ കാര്യം. നീ കള്ളം പറഞ്ഞിട്ടാണല്ലേ അമ്മയുടെ കയ്യിൽ നിന്ന് തല്ലു വാങ്ങി കൂട്ടിയത്. എങ്കിൽ അതിന് ഒരു തെറ്റുമില്ല. ആ ശരി, വിട്ടുകളാ. ഇനി ഞാൻ നോക്കിക്കോളാം. എന്റെ പിറന്നാൾ മാസമാണെന്ന് പോലും നോക്കാതെയാ എന്റെ അമ്മ എന്നെ തല്ലി ചതച്ചത്. എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല സർ. ഏയ് വിട്ടുകളയടോ. തന്റെ അമ്മ തന്നെയല്ലേ തന്നെ തല്ലിയത്. താനത് കാര്യമാക്കണ്ട. ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. ശരി, ബൈ. അതെന്തായാലും നന്നായടി. നീ ആ ഫോണിങ് എടുത്തേ.
എനിക്ക് വേറെ ജോലിയുണ്ട്. അവളുടെ ഒരു കിന്നാരം പറിച്ചില്. ഡീ, നീ എന്തോ ഈ കാണിക്കുന്നേ? എടി, ഇത് തക്കാളിയാ. ചെയിന കട്ട് ചെയ്യുന്ന പോലെ ടൊമാറ്റോ കട്ട് ചെയ്താലേ അത് തെറിച്ച് നിന്റെ ബോഡിയിലൊക്കെ വീഴും. പിന്നെ ഡെയിലി തക്കാളിയും ചേനയും കട്ടയിലാണല്ലോ എന്റെ പണി. ഇത് തന്നെ ആന്റി നിർബന്ധിച്ചോണ്ട് വന്നതാ. അല്ലാന്നെങ്കിൽ ഞാൻ ഇവിടുന്ന് സീരിയൽ കണ്ടേനെ. എന്റെ ജാസ്മിനെ, വിശാലിനെ ഇംപ്രസ് ചെയ്യാനുള്ള കുറുക്ക് വഴിയാ ഈ കുക്കിംഗ് ഒക്കെ. നിന്റെ കൈപുണ്യം വിശാല് മനസ്സിലാക്കിയാലേ നീ ജയിച്ചു. ആ നിമിഷം മുതല് നിനക്ക് ഗോൾ അടിച്ചു തുടങ്ങാം. പാചകത്തില് കൈപുണ്യമുള്ള സ്ത്രീകളെ പുരുഷന്മാർക്ക് ഭയങ്കര ഇഷ്ടാ. അത് നിനക്കറിയോ? ആന്റി ഇപ്പൊ എന്താ പറഞ്ഞു വരുന്നേ? ഞാൻ ഈ കുക്കിംഗ് പഠിക്കണം. അങ്ങനെ നിർബന്ധമാണെങ്കിൽ ഞാൻ ഫോണിൽ നോക്കി കുക്കിംഗ് പഠിച്ചോളാം. ഫോൺ നോക്കി കുക്കിംഗ് പഠിച്ചതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. കൈപുണ്യം എന്ന് പറയുന്നതേ ജന്മനാ കിട്ടണം. അത് നിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നീ ആ ഹയർ സ്റ്റഡീസിന് പോയ സമയത്ത് ചമ്മന്തി അരയ്ക്കാൻ പഠിച്ചിരുന്നെങ്കിലേ വളരെ ഈസി ആയിട്ട് വിശാലിന്റെ മനസ്സിൽ കയറി പറ്റാമായിരുന്നു. ഇനി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പിന്നെ വിശാലിന്റെ മനസ്സിൽ കയറാനുള്ള കുറുക്കു വഴിയല്ലേ ചമ്മന്തി. നിനക്കേ ഞാൻ പറയുന്നതിന്റെ ഗുട്ടൻസ് മനസ്സിലാവുന്നില്ല. എന്റെ ജാസ്മിനെ, ആ പട്ടിക്കാട്ടിൽ നിന്ന് വന്ന ദരിദ്രവാസി പാർവതി എങ്ങനെയാ വിശാലിന്റെ മനസ്സിൽ കയറി പറ്റിയത്? അവളുടെ കൈപുണ്യം. അവളുടെ അത്രയൊന്നും പറ്റിയില്ലെങ്കിലും കുറച്ചൊക്കെ നീ ശ്രമിച്ചാലും പറ്റില്ലേ? ശരി, ഞാൻ ട്രൈ ചെയ്യാം. ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. അത് കേട്ടാ മതി എനിക്ക്. ഞാൻ ഹാപ്പിയായി. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? നിനക്കിവിടെ എന്താ കാര്യം? വിശാൽ സാറിന് രാവിലത്തെ ഭക്ഷണം ഉണ്ടാക്കാനായിട്ട്. ആ, അതാ ഞങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നെ. നിന്റെ ഹെൽപ്പൊന്നും ഇപ്പൊ ഞങ്ങൾക്ക് ആവശ്യമില്ല. അല്ല, ഞാനാ എന്നും ചെയ്യുന്നേ. ഒന്ന് മാറി തന്നിരുന്നെങ്കിൽ ഞാനിത് പെട്ടെന്ന് ചെയ്യായിരുന്നു. നീ കുക്കിംഗ് ചെയ്താലേ ബ്രേക്ക്ഫാസ്റ്റ് ആവുള്ളോ? അത് കൊള്ളാലോ. അയ്യോ, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ എന്നും ചെയ്യുന്ന ജോലിയല്ലേ. ജോലിന്ന് പറയാൻ പാടില്ല. നല്ല ഭക്ഷണം ഉണ്ടാക്കി വീട്ടിലുള്ള പ്രിയപ്പെട്ടവർക്ക് വിളമ്പുന്നത് ഏതൊരു സ്ത്രീക്കും സന്തോഷം തരുന്ന കാര്യാ. അതുകൊണ്ട് പറഞ്ഞതാ. നീ നിന്ന് ഫിലോസഫി പറയാതെ ഒന്ന് പോയേ. ഇന്ന് മുതല് വിശാലിന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് നീയല്ല, ജാസ്മിന. നീ പുറത്തെന്തെങ്കിലും പണിയുണ്ടെങ്കിൽ അത് പോയി ചെയ്. ടോയ്ലറ്റൊക്കെ ഒന്ന് പോയി ക്ലീൻ ചെയ്. പോ. അപ്പച്ചി, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്കൂ. ഞാനിത് പെട്ടെന്ന് ചെയ്തു തീർത്തിട്ട് പൊയ്ക്കോളാം. ഇപ്പൊ തന്നെ വളരെ വൈകി, അതുകൊണ്ടാ. നിന്നോട് മലയാളത്തിൽ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇനി മുതൽ കിച്ചൺ ഭരിക്കുന്നതേ ഞാനായിരിക്കും. പാർവതി, ഇവിടെ നിന്ന് കറങ്ങാതെ പോവാൻ നോക്ക്. നിന്റെ ഹെൽപ്പൊന്നും ഇപ്പൊ ഞങ്ങക്ക് വേണ്ട. ഇത് അരിഞ്ഞു തരായിരുന്നു. അവൾക്കത്ര പിടിച്ചിട്ടില്ല. മുഖം വെറുപ്പിച്ചോണ്ട് പോയാണ്ടില്ലേ? പോവട്ടെ, അവൾ ഊട്ടിയാലേ വിശാൽ ഉണ്ണത്തുള്ളോ? ആ, നീ സാമ്പാറിന് ഉപ്പിട്ടായിരുന്നോ? ആന്റി, ഞാൻ ഉപ്പിട്ട ശരിയാവത്തില്ല. ആന്റി തന്നെ ഉപ്പിട്, ഞാൻ ഇളക്കാം.
നിന്നെ ഇതിനെ കൊള്ളാവൂ. ഉപ്പ് പോലെ നേരെ ചുവയിടാൻ അറിയില്ല. ഇവളെങ്ങനെ വിശാലിന്റെ മനസ്സിളക്കുവോ എന്തോ. ടേസ്റ്റ് നോക്കി. മിടുക്കി. കൈപുണ്യത്തിന്റെ ലാഞ്ചനയൊക്കെ ചെറുതായിട്ട് കാണുന്നുണ്ട്. സാമ്പാറേ സൂപ്പർ ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല ജാസ്മിനെ, നീ മനസ്സ് വെച്ചാ പഠിക്കാവുന്നതേ ഉള്ളൂ ഈ കുക്കിംഗ് ഒക്കെ. ഈ ബ്രേക്ക്ഫാസ്റ്റില് വിശാൽ ഇംപ്രസ് ആവും. ഇതോടെ നീ ഇൻ, പാർവതി ഔട്ട്. ഫയല് മടക്കി വെച്ച് ആഹാരം കഴിക്കൂ വിഷ്. അല്ല, ഇന്നാരാ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കിയത്? എന്താ രണ്ടുപേരുടെ നാവ് ഇറങ്ങിപ്പോയോ? ഞാൻ ചോദിച്ചു കേട്ടില്ലേ? അല്ല, എന്നും ഇല്ലാത്തൊരു ടേസ്റ്റ്. നന്നായിരിക്കുന്നു. ഞാൻ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത്. ആണോ? വിശാലിന് ഇഷ്ടമായെങ്കിൽ എന്നും ഞാൻ തന്നെ തയ്യാറാക്കിക്കോളാം. പാർവതി, 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 പാർവതി. എന്തിനാ അവളെ വിളിക്കുന്നേ? അവളും കൂടെ വരട്ടെ, അവളും കൂടെ ഇതൊന്നും പഠിക്കണമല്ലോ. വിശാൽ സർ, ആ, ഇന്നാരാ പ്രഭാത ഭക്ഷണം തയ്യാറാക്കിയത്? പാർവതിയാണോ? അല്ല, ജാസ്മിനും അപ്പച്ചിയും കൂടിയാ. എന്നോട് പുറത്തു പോവാൻ പറഞ്ഞു. ആ, അത് പറ. ഇത് കണ്ടപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോ അത് ബോധ്യാവുകയും ചെയ്തു. ഒരു ടേസ്റ്റും ഇല്ല. ഇഡ്ഡലി ആണെങ്കിലേ പാറക്കല്ല് പോലെ, ഒരു മയവും ഇല്ല. ഇഡലി ഉണ്ടാക്കിയതേ ആന്റിയാ. ആണോ? ആന്റി, അല്ല ജാസ്മിൻ, ആഹാരം രുചികരമാണെങ്കിലേ കൈപുണ്യം ഉണ്ടാവണം. കൈപുണ്യം ഉണ്ടാവണമെങ്കിലേ അമ്മയുടെ കൂടെ ചെറുപ്പത്തിലെ അടുക്കളയിൽ കയറണം. എന്റെ കൈപ്പുണ്യം അറിയണമെങ്കിൽ ഞാൻ ഉണ്ടാക്കിയ ആഹാരം കഴിക്കണം. അല്ലെ, ഈ ഇഡലി ആന്റി ഉണ്ടാക്കിയതാണെന്നല്ലേ നീ പറഞ്ഞത്? അതെ, പക്ഷേ സാമ്പാർ ഞാൻ ഉണ്ടാക്കിയതാ. ഇത് സാമ്പാറാണോ അതോ പച്ചക്കറി രസോ? ഉപ്പുമില്ല, മുളകുമില്ല, പരിപ്പാണെങ്കിൽ വെന്തിട്ടുമില്ല. ഉപ്പിട്ടത് ആന്റിയാ, ഞാൻ പിന്നെ തവി വെച്ചത് ഇങ്ങനെ ഇളക്കിയതേ ഉള്ളൂ. നീ കൂടുതൽ ഇളക്കാൻ നിൽക്കാതെ എടുത്തോണ്ട് പോയേ.
സർ പോവാൻ ധൃതിയില്ലെങ്കിൽ ഞാൻ ആഹാരം ഉണ്ടാക്കി തരാം. ഡേ ഇങ്ങനെ കൊണ്ടുവച്ചല്ലേ ആ പാത്രം തവിട് പൊടിയാവും. പാത്രമല്ല, ഈ വീടാ തവിട് പൊടി ആവേണ്ടത്. നീ ഭദ്രകാളിയെ പോലെ നിന്ന് തുള്ളാതെ കാര്യം എന്താന്ന് വെച്ചാ പറ. എന്താ നിന്റെ പ്രോബ്ലം? തുറന്നു പറ, എന്നാലല്ലേ മനുഷ്യന് മനസ്സിലാവൂ. ഞാൻ കുക്ക് ചെയ്ത സാമ്പാർ അട്ടർ ഫ്ലോപ്പായി. വിശാലിനെ കുറ്റം പറയാൻ പറ്റില്ല. നീ ഇതെന്താ ഉണ്ടാക്കി വെച്ചിരിക്കുന്നെ? വായിൽ വെക്കാൻ കൊള്ളത്തില്ല. അത് ശരി, ഇപ്പൊ കുറ്റക്കാരൻ ഞാൻ മാത്രമായില്ലേ? ഈ സാമ്പാർ ഉണ്ടാക്കിയ സമയത്ത് സൂപ്പറാ കിടലാന്നൊക്കെ തള്ളി മറിച്ചതാരാ? ആ അപ്പ സൂപ്പറായിരുന്നു. ചിലപ്പോ തണുത്തു പോയതുകൊണ്ടായിരിക്കും ഫ്ലോപ്പായി പോയത്. സാമ്പാർ ഫ്ലോപ്പായതിലല്ല എന്റെ സങ്കടം. പിന്നെന്താ നിന്റെ സങ്കടം? ആ പാർവതിക്ക് മുമ്പിലാ ഞാൻ ഇൻസൾട്ട് ആയത്. വിശാല് ചോദിക്കാ, ഇത് സാമ്പാറാണോ രസമാണോന്ന്? എന്റെ തോലി ഉരിഞ്ഞു പോയി ആന്റി. ചുരുക്കി പറഞ്ഞ ഇംപ്രസ് ചെയ്യാൻ പോയിട്ട് ഉള്ള ഇംപ്രഷൻ കൂടി പോയി കിട്ടി. അങ്ങനെ ആ ക്രെഡിറ്റും പാർവതി ചുളുവിനെ അടിച്ചെടുത്തു. അങ്ങനെയൊന്നും തോൽക്കുന്നവളല്ല ഈ ജാസ്മിൻ. ഫീനിക്സ് പക്ഷിയെ പോലെ ഞാൻ ഉയർത്തെഴുന്നേൽക്കും. നോക്കിക്കോ ആന്റി, അവൾക്ക് ഞാൻ പലിശയുടെ പലിശയും കൂട്ടുപലിശയും ചേർത്ത് 8ന്റെ പണി തന്നെ കൊടുക്കുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് മോശമായ സ്ഥിതിക്ക് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ വടകൾ കൊണ്ടുപോയി വിശാൽ സാറിന് കൊടുക്കാം. പാവം വിശന്നിരിക്കായിരിക്കും. ഈ എണ്ണയിൽ കുളിപ്പിച്ചെടുത്ത വടയാണോ നീ വിശാലിന് കൊടുക്കാൻ പോകുന്നത്? അതെന്താ അങ്ങനെ പറഞ്ഞേ? നിനക്കറിയില്ലേ ഓയിലി ആയിട്ടുള്ള സ്നാക്സ് ഒന്നും വിശാൽ കഴിക്കില്ലാന്ന്? ഇതൊക്കെ കൊടുത്ത് വിശാലിന്റെ ഹെൽത്ത് പ്രോബ്ലം ആക്കാനാണോ നിന്റെ പ്ലാൻ? മനസ്സിലായില്ല. വിശാലിന്റെ ആരോഗ്യം നശിപ്പിച്ചാലേ നിനക്ക് സമാധാനം ആവുള്ളൂന്ന്. അയ്യോ, വിശാൽ സാറിന്റെ ആരോഗ്യത്തിന് ഒന്നും സംഭവിക്കാൻ പാടില്ല. ഈ വടയിലെ എണ്ണമായി മാറ്റാൻ എന്താ ചെയ്യേണ്ടത്? എന്ത് വേണമെന്ന് പറഞ്ഞു കൊടുക്കാൻ ആന്റി. ഉഴുന്നുവടയിലെ എണ്ണമായി മാറ്റുന്നത് സിമ്പിൾ പണിയല്ലേ? അത് ഇതുവരെ നിനക്കറിയില്ലേ? ശോ, കഷ്ടം തന്നെ പാർവതി. നീ വലിയ പാചകറാണി എന്നൊക്കെ പറഞ്ഞിട്ട്. ഒന്ന് പറഞ്ഞു താ അപ്പച്ചി, എങ്ങനെ മാറ്റുന്നേ? ഒന്നുമില്ല പാർവതി, പേപ്പർ കൊണ്ട് വട നന്നായിട്ട് അമർത്തിയാ മതി. ഓയിലെല്ലാം പേപ്പറിൽ പിടിച്ചെടുത്തോളൂ. അതോടെ വട സൂപ്പറാവും. അങ്ങനെ ചെയ്താ എണ്ണമായി മാറുമോ? മാറുമെന്നോ? സംശയം ഉണ്ടെങ്കിൽ നീ ഒന്ന് പരീക്ഷിച്ചു നോക്ക്. അതിന് പേപ്പർ എവിടെ ഇരിക്കുന്നേ? ഡൈനിങ് ടേബിളിൽ കാണും. ആ ഫയലൊക്കെ വെച്ചിരിക്കുന്ന കൂട്ടത്തിലെ അതിൽ കാണും. അവിടെ ഇല്ലെങ്കിൽ നീ എന്നോട് പറഞ്ഞാ മതി. സാർ പോയോ? ആ, വരുമായിരിക്കും. അപ്പച്ചി, ദേ ഇവിടെ ഇരിക്കുന്ന ഈ പേപ്പറുകളാണോ? അതെ, ആ പേപ്പർ തന്നെയാ. ആ